عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة الثامنة من جلسات سورة المائدة. المائدة ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അൽ മാഇദ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ അർത്ഥതലങ്ങൾ ഉപരിപ്ലവമായ വാക്കർത്ഥത്തിന് പകരം നിന്നും അതിനപ്പുറം ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥതലങ്ങൾ സാഹിത്യമായതും അതേപോലെ അള്ളാഹ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കുന്ന ആശയവും അതിൻ്റെ ആനുകാലികമായ കാലിക പ്രസക്തി ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് മുഖേന നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അഥവാ നമുക്ക് സൗകര്യമൊരുക്കി തരുന്ന എല്ലാവർക്കും, വീട്ടുകാരായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ഇതിലേക്ക് നയിച്ചവരായിരുന്നാലും ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇളവ് തരുന്ന നിങ്ങളുടെ ജോലികളിൽ, നിങ്ങളുടെ കൃത്യനിർവഹണത്തിൽ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇളവ് തരുന്ന മറ്റുള്ള ഏതെല്ലാം നിലയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അതെല്ലാം അല്ലാഹു തആലയുടെ അടുക്കൽ പ്രതിഫലാർഹമാണ്. അവർക്കൊക്കെയും അല്ലാഹ് അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. നമ്മളെ മാതാപിതാക്കളെ ഉന്നത ശ്രേണിയിൽ നമ്മൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ഹൃദയസ്ഥമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക മുഖേന നമുക്ക് ലഭിക്കുന്ന പദവിയേക്കാളും ഉയർന്ന പദവിയിൽ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കളെ പദവിയിലേക്ക് ഉയർത്തട്ടെ. അവർക്ക് സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ കിരീടം അല്ലാഹ് അണിയിച്ചു കൊടുക്കട്ടെ. ഇതിനിടയിൽ കുറെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ചർച്ചകളിൽ പങ്കെടുക്കാത്തവരോ അല്ലെങ്കിൽ ഇത് നേരിട്ട് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഭാഷാപരമായ ചർച്ച, അതേപോലെ അർത്ഥങ്ങൾ, വാക്കർത്ഥം അറിയാത്തവരുടെ സംശയങ്ങൾ ഒക്കെയും തീർത്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഭാഗത്തേക്ക് കടക്കുന്നത്. അടുത്ത ക്ലാസ് നാളെ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യാം. നമുക്കിന്ന് നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യസമയം 9:30 തന്നെ അവസാനിപ്പിക്കാനും കഴിയും. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭാഷാപരമായി വാക്കർത്ഥം മനസ്സിലായി, പിന്നെ ഭാഷാപരമായി കെട്ടിക്കൊടുക്കുന്ന ഇതിലില്ല എന്ന് മനസ്സിലായി. അഥവാ ചെറിയ സംശയമുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു. അതിന് പലരും പല കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ആ കുറിപ്പുകൾ നോക്കി ടിക്ക് ചെയ്ത് അത് വെച്ചുകൊണ്ട് അതിന്റെ കോപ്പി അടിച്ചെങ്കിലും നിങ്ങൾ ഇടണം. കാരണം എന്താണ്, കോപ്പി അടിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് എന്താണ്, ശരി ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു, ആ ശരി ഉത്തരമെങ്കിലും നിങ്ങൾ എഴുതിയെടുക്കണം. കാരണം ഇതില് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, ഈ തരത്തിലുള്ള ഒരു പരീക്ഷ നമുക്ക് പരീക്ഷയിൽ ഉണ്ടാവില്ല. ഭാഷാ വിശകലനം അല്ലെങ്കിൽ അതിന്റെ ആ തരത്തിലുള്ള വിശകലനം വെച്ചുകൊണ്ടുള്ള പരീക്ഷ ഉണ്ടാവില്ല. നമുക്ക് 50 മാർക്കിന്റെ ചോദ്യമാണ്. 50 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ മാത്രമേ പരീക്ഷ എടുക്കൂ. ബാക്കി കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇവിടെ ഡിസ്കഷനിലാണ്. അപ്പോൾ ലിസ്റ്റിൽ തയ്യാറാക്കിയവർക്ക് അവർക്കാണ് ഇതിന് പരീക്ഷയിൽ 50% മാർക്ക് ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ അസൈൻമെന്റ് എഴുതുന്നവർക്ക് 50% മാർക്ക്, ഒരു നിശ്ചിത മാർക്ക് കൊടുക്കുമല്ലോ, ആ 50% മാർക്ക് ഇതിലങ്ങ് പോയി. അപ്പൊ ഇത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ മാർക്കിൽ 50% മാർക്ക് കുറയ്ക്കും. അസൈൻമെന്റ് അല്ലെങ്കിൽ ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാത്തത്. അപ്പൊ 50% മാർക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, നമുക്ക് 50-ന് 25 അല്ലെങ്കിൽ 100-ന് 50 മാർക്ക് വാങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അറിയിക്കുന്നതിൽ എനിക്കും ഖേദമുണ്ട്. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് നമുക്ക് ഗ്രൂപ്പിൽ പ്രതികരണമായിട്ട് കാണാം. ഒരാൾ പ്രതികരിക്കുന്ന മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാണ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم فمن تاب بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير يا أيها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അപ്പൊ നിങ്ങൾക്ക് 99% ചെയ്യാമെന്നാണ് അല്ലേ? അത് ഒന്നോ ഒരു വാക്കിന്റെ രണ്ട് വാക്കിന്റെ അർത്ഥമാണ് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ വാക്കിന്റെയും അർത്ഥം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിന്റെ വാക്കർത്ഥവും തന്നിട്ടുണ്ട്. അപ്പൊ അപ്പോൾ തന്നെ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർ. ആ വാക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله. سارق سرق يسرق. അപ്പോ ഈ ക്രിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യൂസുഫിൽ ആയത്തിനെ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആയത്ത്? സൂറത്തിലാണ്, ഏതായത്തിലാണ് അത് വന്നിരിക്കുന്നത്? പൂർണ്ണക്രിയയും അപൂർണക്രിയയും വന്നിട്ടുണ്ട്, മാളിയും മുള്ളാരിയും വന്നിട്ടുണ്ട്. ആരും ഓർക്കുന്നില്ലേ? അപ്പൊ സറക്കയാണ് അതിന്റെ മാവിയൊന്നും കിട്ടി, യസ്രിഖു എന്ന് അതിന്റെ മുള്ളാരിയും കിട്ടി. പിന്നെ ഇൻ വന്നതുകൊണ്ടാണ് അവിടെ ജസ്മി. ഞാൻ ടൈപ്പ് ചെയ്ത് ചേർത്താണ്, അതിന്റെ ഫത്തഹ കസ്റൊന്നും അതിന് ആയത്തിലുണ്ടായിരുന്നില്ല. എന്നാലും ആയത്തിന്റെ നമ്പർ കൊടുത്തില്ല, സൂറത്ത് യൂസുഫിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മെമ്മറിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത. അപ്പൊ സറക്ക ഇസ്രഖു മോഷ്ടിച്ചു. അപ്പൊ പൂർണ്ണക്രിയ അപൂർണക്രിയം വന്നിട്ടുണ്ട്. ഇവിടെ സാരിക്ക് കർത്താവ് രൂപവും വന്നിട്ടുണ്ട്. സാരിഖത്തു. അപ്പൊ അതിന്റെ 77-ാമത്തെ ആയത്താണ്. 77-ാമത്തെ. അപ്പൊ ആ ആയത്ത് ഞാൻ ഇട്ടെന്നപ്പോ തന്നെ ഒരു കമന്റ് ഇട്ടിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ ആ ആയത്തിനെ ഒന്നുകൂടെ കോപ്പി ചെയ്ത് പെങ്കസലൊക്കെ ഉള്ളതൊക്കെ. അങ്ങനെയൊക്കെയാണ് ക്രിയാത്മകമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു. അതൊന്നും ഇതല്ല, അനാവശ്യമല്ല, അല്ലെങ്കിൽ ഓവറല്ല. അപ്പൊ സാരിഖത്ത് ഇസ്മു ഫാഇലിന്റെ മുഅന്നസാണ് സാരിഖത്ത്. അപ്പൊ മോഷ്ടിച്ച പെണ്ണായാലും ആണായാലും ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ രണ്ടുപേരുടെയും കൈ മുറിക്കണം. ഇതൊരു നിയമമാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ശിക്ഷാ നിയമത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമം നടപ്പാക്കേണ്ട രീതിയിലാണ് നടപ്പാക്കുക. അതേപോലെ ഇസ്ലാമിന് എന്തുണ്ട്? നിയമങ്ങളുണ്ട്. അപ്പൊ ഒരു നിയമസംഹിത, ഭരണഘടന, സിവിൽ കോഡ് അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഒക്കെ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ്
എന്ത് ചെയ്തിട്ടുണ്ട്? അതിനു മുമ്പ് തന്നെ ഇസ്ലാം ഈ നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു. എന്തിനാണ് കൈമുറിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ആയത്തും അതിന്റെ വിശദീകരണവും കൂടി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കൈമുറിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രസക്തി മനസ്സിലാകാം. ജസാഅൻ ബിമാ കസബ, ഒന്ന് അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ട് അവർക്ക് അതിന് കൂലി കിട്ടണം. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. എല്ലാ പ്രവൃത്തിക്കും ഒന്നുകിൽ നല്ലതോ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയുടെ ഫലമനുസരിച്ച് ഒരു പ്രതികരണം ലഭിക്കണം, പ്രതിഫലനം ഉണ്ടാകും. അപ്പൊ ജസാ കിട്ടണം. ബിമാ കസബ, അവർ സമ്പാദിച്ചതിന്റെ കാരണം, അവർ പ്രവർത്തിച്ചതിന്റെ കാരണം. മാത്രമല്ല നെക്കാലൻ, ഗുണപാഠം ഉള്ളതായ ശിക്ഷ. നെക്കാലൻ നേരത്തെ നമ്മൾ അൽബക്കർ എന്ത് പഠിച്ചു? നെക്കാലൻ ബിമാ ബൈന യദൈഹ വമാ ഖൽഫഹ. അപ്പൊ അത് മൗഇദത്തൻ ലിൽ മുത്തഖീൻ. അപ്പൊ നെക്കാൽ എന്താണ്? ഗുണപാഠമായിരിക്കണം അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമകാലീനരായ ആൾക്കാർ. വമാ ഖൽഫഹ, പിന്നീട് വരുന്നവർക്ക്. മൗഇദത്തൻ ലിൽ മുത്തഖീൻ, സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണപാഠം. അതിലൂടെ കിട്ടും. പിന്നെ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നത്. നൂനിനെ മറച്ച് മണിക്കണം. നൂനിനെ എന്ത് ചെയ്യണം? നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം, മറിക്കണം. മറിക്കുമ്പോൾ എന്താവും? സുക്കൂനുള്ള മീം വരും. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. മീമിനെ ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇം എന്ന് പറയരുത്. ഇം എന്ന് പറഞ്ഞാൽ മീമിനെ ഇൽഹാർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ചുണ്ട് അടയാതെ, അടഞ്ഞില്ല എന്ന്, അടഞ്ഞില്ല എന്ന രീതിയിൽ ഒരു പേപ്പറിന്റെ ഗ്യാപ്പെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ചുണ്ട് രണ്ട് ചുണ്ടും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. മിംബാദി ളുൽമിഹി, അവന്റെ അക്രമത്തിന് ശേഷം പശ്ചാത്തപിച്ച് മടങ്ങിയാൽ. പശ്ചാത്തപിച്ച്. ഇവിടെ താപ ഇലായും താപ ആല എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്? സാരിഖത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവനെ കുറിച്ച് തമൻ താപ, ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മിംബാദി ളുൽമിഹി, അക്രമത്തിന് ശേഷം. അപ്പൊ എന്താണ്? മോഷണം ഒരു ളുൽമാണ്, ഒരു അക്രമമാണ്. ഇവിടെ രണ്ടുപേരും അല്ലേ? ഇവിടെ ആരായിരുന്നാലും ഇവിടെ മൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഹി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഹി എന്ന് പറഞ്ഞ സർവനാമം തൊട്ട് മുമ്പുള്ള നാമത്തിലേക്കാണ് മടങ്ങുക. ആ നാമം മന്നാണ് കേട്ടോ. സർവനാമം വന്നാൽ സർവനാമം ഏതിനെ സൂചിപ്പിക്കണം? തൊട്ട് മുമ്പുള്ള ഒരു നാമത്തെയാണ് സൂചിപ്പിക്കുക. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എ നൗൺ സ്റ്റാൻഡ്സ് ഫോർ അനദർ നൗൺ. ഒരു നാമത്തിന് പകരം നിൽക്കുന്നതാണ് പ്രോനൗൺ എന്ന്. പ്രോനൗൺ തൊട്ട് മുമ്പുള്ള നാമത്തെ സൂചിപ്പിക്കണം. അപ്പൊ നമ്മൾ ഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ആരെയാണ് പറഞ്ഞത്? അയാളുടേക്കാണ് പറഞ്ഞത്. അപ്പൊ ആ സർവനാമം എന്ന് പറയുന്നത് മന്നാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ സാരിക്കത്തിനെ സംഗതി പറഞ്ഞു നിർത്തിയതിനു ശേഷം പിന്നെന്ത് പറയുന്നു? പിന്നെ ഒരു നിരുപാധികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ. ഏതൊരുവൻ മൻ താപ പശ്ചാത്തലിച്ചു. അപ്പൊ താപ എന്ന് പറയുന്നത് താപയുടെ കർത്താവ് തന്നെ മന്നാണ്. അത് ഏകവചനമാണ്. അതുകൊണ്ടാണ് ളുൽമിഹി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും ഒരാള് അക്രമത്തിന് ശേഷം പശ്ചാത്തലിച്ച് മടങ്ങിയാണ്. അപ്പൊ ളുൽമ ഇന്ന ശിർക്കല്ലോ ളുൽമുൻ. ആ ളുൽമും എന്താണ്? അതൊരു ളുൽമാണ്. അതേപോലെ സർത്ത് മോഷ്ടിക്കലും എന്താണ്? അതും ളുൽമാണ്, അത് അക്രമമാണ്. ഒരാൾക്ക് അയാളുടേതായ അവകാശമുണ്ട്. അത് വേറൊരാളുടെ അവകാശത്തിൽ കൈകടത്താൻ അയാൾക്ക് അധികാരമില്ല. പക്ഷെ കൈവെട്ടേണ്ടത്, മുറിക്കേണ്ടത് ആരാ? അവിടെയുള്ള നിയമവ്യവസ്ഥയാണ്. അവിടെ നീതിന്യായ വ്യവസ്ഥ സ്ഥാപിതമാകണം. സ്ഥാപിതമായ നീതിന്യായ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥയാണ് ആ നിയമം നടപ്പാക്കുക, അല്ല വ്യക്തിയുടെ നടപ്പാക്കുക. ആ വ്യവസ്ഥ അതിനു മുമ്പ് ഉണ്ടാകണം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നന്നാക്കുകയും ചെയ്താൽ പിന്നെ അയാൾ മോഷ്ടിക്കാൻ പാടില്ല, ളുൽമ ചെയ്യാൻ പാടില്ല. അപ്പോ പശ്ചാത്താപത്തിന്റെ ഒരു ഉപാധി, ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉപാധി എന്താ?
നല്ലത് പ്രവർത്തിക്കുക എന്നാണ്. പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വിശദമായി മനസ്സിലാക്കി എന്താണ് പശ്ചാത്താപം, എങ്ങനെയാണ്. പക്ഷെ ഒരു ഉപാധി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ? അസ്ലഹ, നന്നാക്കണം. അപ്പൊ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയലല്ല, മറിച്ച് എന്താണ്? അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്മാറി നല്ല പ്രവൃത്തി ചെയ്യുകയാണ്. അവൻ താപ ആമന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ താപ ആമന വാമില ആമന സാലിഹൻ, ഫുർഖാൻ. അവ എല്ലാം അതേപോലെ എന്തെങ്കിലും മറച്ചു വെച്ച കാര്യമാണെങ്കിൽ തൗബ ചെയ്താൽ മാത്രം പോരാ, അത് തബയ്യനു, വ്യക്തമാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താബയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് ഒരു ആയത്തെങ്കിലും എഴുത്തിരണം കേട്ടോ. താബയുടെ ഉപാധികൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ആ ആയത്തെടുത്തിരണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ പോയിന്റാണ് എടുത്ത് എഴുതേണ്ടത്. അതില് എന്ത് വിഷയം പറഞ്ഞു, തൗബയുമായി ബന്ധപ്പെട്ടിട്ട് തൗബയോടനുബന്ധമായി എന്ത് കാര്യം ചെയ്യണമെന്നോ, ഇവിടെ നന്നാക്കണം എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുള്ളത് ആ ഭാഗം എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്തിട്ടില്ല. ഇതിന് പിന്നെ ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ തീർന്നു, ഈ നാളെ കൂടെ ഉള്ളതിന്റെ. നാളെ കഴിഞ്ഞാൽ പിന്നെ നാളെ ചിലപ്പോൾ രാവിലെ വൈകുന്നേരം അടുത്ത പേജ് കിട്ടും. എന്തായാലും അത് വർക്ക് ചെയ്യാം. ഇന്നല്ലാഹ, അപ്പൊ എന്ത് ചെയ്യണം? അസ്ലഹ, നന്നാക്കണം. ഇന്നല്ലാഹ യതൂബു അലൈഹി, അപ്പൊ യതൂബു അല എന്ന് പറഞ്ഞു. താബ അല എന്ന് പറഞ്ഞു. അപ്പോ താബ അലയും താബ ഇലയും അൽ ബക്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അതിന്റെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം പറയാമോ? താബയില്ല, താബയില എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിച്ചു. താബയില എന്ന് പറഞ്ഞാല് സ്വീകരിച്ചു, അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹ് അവന്റെ പശ്ചാത്താപം. അതായത് സുമ്മ താബല്ലാഹു അലൈഹിം ലിയതൂബു എന്നൊരു ആയത്തുണ്ട്. അവര് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി അള്ളാഹ് പശ്ചാത്തപിച്ചൊന്നല്ല ഇതാണ്. സൂറത്തു തൗബയിലുണ്ട്. 3 പേരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവമൊക്കെ ഉണ്ടല്ലോ. തബൂക്ക് യുദ്ധത്തിന് പോകായിരുന്നു. എന്നിട്ട് അവസാനം അവരെ അതെ സംഘത്തിലേക്ക് തിരിച്ച് എടുത്ത സന്ദർഭം പറഞ്ഞിട്ട് പറഞ്ഞു സുമ്മ താബല്ലാഹു അലൈഹിം ലിയതൂബു. അപ്പൊ എന്താണ്? അള്ളാഹ് പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവര് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് വേണ്ടി അള്ളാഹ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർ പശ്ചാത്തപിച്ച് മടങ്ങിയതോട് പിന്നെ അള്ളാഹ് എന്ത് ചെയ്യുന്നു? അവരുമായിട്ട് അടുക്കും. താപനയെ മടങ്ങിയതാണല്ലോ. അപ്പൊ ദാസൻ അള്ളാഹിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹ് ദാസനിലേക്ക് അടുക്കുന്നു. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ്. അലം തഅലം, നിനക്കറിയില്ലേ, നീ അറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദി യുഅദ്ദിബു മൻ യശാഉ വയഗ്ഫിറു ലിമൻ യശാ. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ഇത് ഈ അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാരിട്ടതാണ് കേട്ടോ. ഈ സിലി പോലുള്ള അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാരിട്ടതാണ്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. അതുകൊണ്ടാണ് അവിടെ ചെറിയ അക്ഷരം ഇട്ടിരിക്കുന്നത്. ആയത്തിന്റെ നമ്പർ, ആയത്ത് തീരുന്ന അടയാളം, ഇതൊക്കെ ഖുർആനിൽ പിന്നീട് എന്താണ് സൗകര്യപ്രദമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇട്ടതാണ്. അതൊന്നും ഖുർആന്റെ ഭാഗമല്ല. അപ്പോ അലം നീ അറിഞ്ഞിട്ടില്ലേ? എന്തറിഞ്ഞിട്ടില്ലേ? അന്നല്ലാഹ മുതല് യഗ്ഫിർ ലിമൻ യശാ വരെയുള്ള ഭാഗമാണ് നീ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാല് ആശയം പൂർത്തിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓതിയപ്പോൾ വീണ്ടും പൂർണ്ണമായും റിപ്പീറ്റ് ചെയ്ത് ഓതിയത്. നിങ്ങൾ ശ്രദ്ധയുണ്ടാവുന്നത്. അപ്പൊ അത്രയും എന്തിനാണ് ഞാൻ വീണ്ടും എടുത്ത് ഓതിയത്? അവിടെ ആശയം തീരുള്ളൂ. അവിടെ എവിടെയും കൊണ്ട് നിർത്തിയാൽ മുറിഞ്ഞു പോകും. അപ്പൊ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം, ഉടമസ്ഥത, ഉലൂക്കിയത്ത് അവനുള്ളതാണ്. യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. വയഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ പുറത്തു എന്ന് പറഞ്ഞാൽ
ഇപ്പം എന്ത് ചെയ്തു, ഒരാള് മോഷ്ടിച്ചു. അപ്പൊ മോഷണത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്, അതിന് ശേഷമാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പൊ മോഷ്ടിച്ചത് നിയമത്തിന്റെ മുന്നിൽ അയാളെ കൊണ്ടുവന്നു. അപ്പൊ നമുക്കറിയാം, കട്ടവന്റെ മോഷ്ടിച്ചവന്റെ കൈ മുറിക്കുന്നതിനെ വിമർശിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ കൂടിച്ചേർന്ന് എന്ത് ചെയ്തു, ഒരു പട്ടിണിക്ക് കിടന്നവനെ അവൻ ഒരു കഷ്ണം എന്തോ ഒരു ആഹാര സാധനം മോഷ്ടിച്ചനല്ലേ, എന്താ ഒരു പട്ടികജാതി, എന്താ പറയാ, ഹരിജൻ ഗിരിജൻ വർഗക്കാരിലെ ഒരാളെ അടിച്ചു കൊന്നത് ഓർമ്മയില്ല? പേരെന്തേ? അത് തന്നെ, മധുവിനെ. അപ്പോ അയാളുടെ അവസ്ഥ അറിയുന്നത് അള്ളാഹ്ക്കാണ്. ജനങ്ങളുടെ മുന്നിൽ അയാൾ ഒരുപക്ഷെ തെറ്റിയിട്ടുണ്ടാകാം. അപ്പൊ അയാളുടെ അവസ്ഥ അറിയുന്നത് അള്ളാഹ്ക്കാണ്. അള്ളാഹ് പുറത്തു കൊടുക്കും. വേറൊരാൾ എന്ത് ചെയ്തു, മോഷ്ടിച്ചു. എത്രയോ ആൾക്കാർ മോഷ്ടിക്കുന്നു, അവരെല്ലാം മാന്യന്മാരായിട്ട് നടക്കുകയാണ്. എന്നിട്ട് പാവങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ അഭിമാനത്തിൽ ചവിട്ടി നിന്നിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, പ്രതാപം കിട്ടുന്നത്. മാന്യമാരായിട്ട് നടക്കരുത്. അപ്പൊ അവരെ അള്ളാഹ് അറിയും. അവരെ അള്ളാഹ് ശിക്ഷിക്കും. അല്ലാതെ അള്ളാഹ് വെറുതെ ഉദ്ദേശിച്ചിട്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ശിക്ഷിക്കുന്നു, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ പുറത്തു. അള്ളാഹ്ക്കാണ് അതിന്റെ ശരിക്കായ നിജസ്ഥിതി അറിയുക. ഒരാൾ ഞാൻ വിശന്നുകൊണ്ടാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ വിശന്നുകൊണ്ടാണോ, അവിടുത്തെ ഭരണകൂടമാണോ അതിന് ഉത്തരവാദി എന്നറിയണം. ഇസ്ലാം മോഷ്ടിക്കുന്നവന്റെ കൈവെട്ടണം എന്ന് പറഞ്ഞ നിയമം നടപ്പാക്കിയ പ്രശസ്തനായ ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ മാത ഷാത്തുൻ അലാ ശത്തിൽ ഫുറാത്ത് ലകാന ഉമർ മസ്ഊലൻ അൻഹു. അതാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടിയാണ് വിശന്ന് മരിക്കുന്നതെങ്കിലും ഉമർ അതിന് സമാധാനം ബോധിപ്പിക്കേണ്ടവനാണ്. ആ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് ഇസ്ലാമിക ഭരണം. അല്ലാതെ ഒരാൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഉടനെ അയാളെ കരം ചേരിക്കുന്നതല്ല. അതിൽ അയാൾ മോഷ്ടാവാണെങ്കിൽ അയാളെ കരം ചേരും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ്. ഇവിടെ അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷ നൽകിയിരിക്കുന്നു. യാ അയ്യുഹർ റസൂൽ, ദൂതരെ, ലാ യഹ്സുൻക. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുദില്ലാഹോടെ അക്ഷരം പോയതാണ് ചോദിച്ചത്. അതിന് ഞാൻ ശരിയിട്ട ഉത്തരം എല്ലാവരും കോപ്പി ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ലാ യഹ്സുൻക. അപ്പൊ ലാ യഹ്സുൻകയുടെ നൂനിന് സുക്കൂൻ എങ്ങനെ വന്നു? യഹ്സുനു എന്നാണല്ലോ. യഹ്സുനു ലമ്മാണ്, അപൂർണ്ണ ഗ്രേക്ക്. ലാ യഹ്സുൻക സുക്കൂനാണ് ഇവിടെ ഉള്ളത്. കാരണം സുക്കൂൻ പ്രിന്റ് ചെയ്യാത്തത് ഇഖ്ഫാ ചെയ്ത് വായിക്കാൻ വേണ്ടി. ലാ വന്നതുകൊണ്ട് ലാ വന്നുകൊണ്ട് എന്നുള്ളത് അവസാനം സുക്കുൻ വന്നു. അതിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ച പട്ടിക പറഞ്ഞ് വിരോധക്രിയ ആണെങ്കിൽ പട്ടിക പറയും. പട്ടിക ഏത് വാക്കാണെന്ന് പറയും. ഓക്കെ, പട്ടികയിലുള്ള വാക്കാണോ ഇത്? ലാ തഫ്തഹാണോ ഇത്? ലാ തഫ്തഹ് പോലെയാണോ? നിന്റെ അമ്ര ഗായിബാണ് കേട്ടാ. അമ്ര ഗായിബാണ്. അതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കിയത്. അമ്ര ഹാദിർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച അമ്ര ഹാദിറാണ്. ലാ തഫ്തഹ് അമ്ര ഹാദിർ എന്ന് പറഞ്ഞാൽ ഹാദിറായ ആളോടുള്ള കൽപ്പനയാണ്. അതേപോലെ നഹി ഹാദിറാണ് നമ്മൾ പഠിച്ചത്. ഇഫ്തഹ്, നീ തുറക്കൂ, അമ്ര ഹാദിർ. ലാ തഫ്തഹ് നഹി ഹാദിറാണ്. ഇവിടെ എന്താണ്? നഹി ഗായിബാണ്, മറഞ്ഞ ആളോടുള്ള വിരോധക്രിയ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വന്നത്? ആ വിരോധക്രിയ ആയതുകൊണ്ടാണ് വന്നത്. പക്ഷെ യാ വന്നത് മറിഞ്ഞാളോട്. അപ്പൊ ലാ യഹ്സുൻക, താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. അല്ലദീന യുസാരിഊന ഫിൽ കുഫർ,
കുഫറില് സാര പരസ്പരം മത്സരിച്ച് മുന്നേറുന്നവർ. എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മള്? സാരിയോ ഇലാ മഗ്ഫിറത്തിൻ. സാരിയാകും. അപ്പൊ അതിന്റെ കൽപ്പനയാണ് സാര യുസാരിയാണ്. അതിന്റെ മുളാരിയാണ് യുസാരിയൂന കുഫർ. കുഫറിൽ മത്സരിച്ച് മുന്നേറുന്നവരെ കണ്ടിട്ട് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം, വിശ്വസിച്ചു എന്ന് അഫ്വാഹ്, ഫാഹുൻ അഫ്വാഹുൻ, വായ കൊണ്ട് പറയുന്നു. വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും എന്നവരെ കുറിച്ച് ഇവിടെ മുനാഫിഖ് എന്നല്ല പറഞ്ഞു, അവിടെ കുഫറിൽ മുന്നേറിയവരെന്നാ പറഞ്ഞത്. കള്ളവിശ്വാസം മാത്രമല്ല, അത് അതിര് കവിഞ്ഞിട്ട് അവർ കുഫറിൽ തന്നെയാണുള്ളത്. അല്ലെങ്കിൽ യുസാരിഊന ഫിൽ കുഫർ, സത്യനിഷേധത്തിൽ മത്സരിച്ച് മുന്നേറുന്നവർ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. ഇന്നല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും വമിനല്ലദീന ഹാദു, അത് അങ്ങോട്ടും ചേർക്കാം ഇങ്ങോട്ടും ചേർക്കാം. അപ്പൊ അങ്ങോട്ട് ചേർത്താൽ ജൂതരായവരാൽ ഹാദു അല്ലദീന ഹാദു ജൂതരായവരാലും വാവുണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, പിന്നീട് ഹൃദയം വിശ്വസിക്കാത്തവരാലും കുഫറിൽ മത്സരിച്ച് മുന്നേറുന്നവർ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. ഇങ്ങോട്ട് ചേർത്താല് സമ്മാഊന ലിൽകദിബി സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യഅതൂക, ഇങ്ങോട്ടാണ് ചേർക്കുന്നതെങ്കിൽ വമിനല്ലദീന ഹാദു സമ്മാഊന ലിൽകദിബി. അപ്പൊ നിർത്തുന്നത് രണ്ടിലൊരു ഭാഗത്ത് നിർത്താവെന്ന് പറയാൻ കാരണം എന്താ? ഒരു ഭാഗത്ത് നിർത്തി ആദ്യത്തെ ഭാഗത്ത് നിർത്തിയില്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്താണ് നിർത്തുന്നതെങ്കിൽ അത് അങ്ങോട്ട് വരും, ആദ്യത്തെ ഭാഗത്തേക്ക് വരും. അപ്പോ ഈ ജൂതന്മാരാലും താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്തു? സമ്മാഊന ലിൽകദിബി സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യഅതൂക. പിന്നെ എല്ലാരെയും കുറിച്ച് പറഞ്ഞു. സമ്മാഊന കേൾക്കുന്നവരാണ്, ലിൽകദിബി കള്ളം കേൾക്കുന്നവർ, സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യഅതൂക താങ്കളുടെ അടുക്കിലേക്ക് വന്നിട്ടില്ലാത്ത ചില ആൾക്കാരെ കുറിച്ച് ആൾക്കാർ പറയുന്നതിന് കേൾക്കുന്നവർ. നുണ പറയുന്നത് കേട്ട് രസിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ അതിന് വളം വെച്ചു കൊടുക്കാനും കൈയടിക്കാനും പരിഹസിച്ച് ചിരിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും. അവരെ കുറിച്ചാണ് യുഹർരിഫൂനൽ കലിമ, അവരെന്ത് ചെയ്യുന്നു? ഹറഫ യുഹർരിഫു എന്ന് പറഞ്ഞാൽ തഹരീഫ്, സ്ഥാനം തെറ്റിക്കുന്നു അല്ലെങ്കിൽ മാറ്റിമറിക്കുന്നു. ഹരിഫൂനൽ കലിമ, കലിമിന്റെ ഏകവചനം എന്താണ്? കലിമത്ത്. മിൻബഅദി മവാദിഇഹി, അതിന്റെ സ്ഥാനങ്ങൾക്ക് ശേഷം. മിൻബഅദി മവാദിഇഹി എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാസ്ഥാനത്ത് അവർ മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ യഥാസ്ഥാനത്ത് സ്ഥാനം യഥാവിധി അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം. മവാദ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? നാമമാണ് ഉപയോഗിച്ചത്. മൗദ് ഇസ്മു മക്കാൻ എന്ന ഇസ്മു മക്കാനാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇസ്മാണ് ഉപയോഗിച്ചത്. അപ്പൊ അതിന് ടെൻസ് പറയാൻ പറ്റില്ല. അപ്പൊ മിൻബഅദി മവാദിഇഹി, അതിന്റെ യഥാസ്ഥാനത്തിന് ശേഷം. അപ്പൊ യഥാസ്ഥാനം അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം. യഥാർത്ഥത്തിൽ അവർക്ക് മറ്റുള്ളവർ ഒന്നുകിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ബോധ്യമായി. അതിന് ശേഷവും അവരെന്ത് ചെയ്യുന്നു? പിന്നെ മാറ്റിമറിക്കുന്നു. യഖൂലൂന ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹു വഇൻ ലം തുഅതൂഹു ഫഹ്ദറൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ ഊതീതും ഹാദാ, ഇത് നിങ്ങൾക്ക് ഊതീതും എന്ത് തരം ക്രിയയാണ്? നിങ്ങൾ നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരോ നൽകി. ഊതീതും ഹാദാ, നിങ്ങൾക്കിത് നൽകപ്പെട്ടാൽ ഫഖുദൂഹു, നിങ്ങൾ അതെടുത്തുകൊള്ളുക, സ്വീകരിച്ചുകൊള്ളുക. വഇൻ ലം തുഅതൂഹു, അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഫഹ്ദറൂ, സൂക്ഷിക്കണം. ഇഹ്ദർ. വമൻ യുരിദിൽ
നോക്കാം എന്താണ് അതിന്റെ സന്ദർഭമാണ്. ഏതായാലും കപടവിശ്വാസികൾ പറഞ്ഞ് പരത്തിയതും കപടവിശ്വാസികൾ പറഞ്ഞതും അതേപോലെ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തതുമായ ചില പ്രസ്താവനയെ കുറിച്ചാണ് പറഞ്ഞത്. ഒമൻ യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. ഒമൻ യുരിദില്ലാഹു ഫിത്നതഹു, ഒമൻ ഒരുവൻ, യുരിദില്ലാഹു ഫിത്നതഹു അവനെ കുഴപ്പത്തിലാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചു. ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ, അങ്ങനെയാണെങ്കിൽ ഫലൻ തംലിക നീ ഉടമപ്പെടുത്തുകയില്ല ലഹു അവന് വേണ്ടി മിനല്ലാഹി അള്ളാഹുവിൽ നിന്നും ഷൈഅൻ ഒന്നും തന്നെ. أولئك الذين لم يرد الله أن يطهر قلوبهم. ഉലൈക അവർ അവരാണ് അല്ലദീന ഒരു വിഭാഗം ലം യുരിദില്ലാഹു അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ല ഇതിനു വേണ്ടി അൻ യുതഹിറ ഖുലൂബഹും അവരുടെ ഹൃദയം നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തവരാണ്. ലഹും ഫി ദുനിയ ഖിസ്യുൻ അവർക്ക് ഈ ലോകത്ത് നിന്യതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അസാബുൻ അളീം അവർക്ക് പരലോകത്തിൽ ശിക്ഷയും ഭയങ്കരമായ ശിക്ഷ. ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹു വഇൻ ലം തുഅതൂഹു ഫഹ്ദറൂ എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൽപ്പനകൾ, ഇൻ ഊതീതും ഹാദാ അയ്യുഹൽ യഹൂദ്, അല്ലയോ ജൂതന്മാരെ നിങ്ങൾക്കിത് കിട്ടിയിട്ടുള്ളതാണ് എങ്കിൽ ഫഖുദൂഹു, നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫഖുദൂഹു നിങ്ങളിത് സ്വീകരിച്ചു കൊള്ളുക. വഇല്ലം തുഅതൂഹു ഫഹ്ദറൂ നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ സ്വീകരിച്ചു കൊള്ളുക എന്നാണ്. മുഹമ്മദ് തരുന്ന വിധിവിലക്കുകൾ ഞങ്ങൾ നൽകുന്നത് തന്നെയാണെങ്കിൽ കൈക്കൊള്ളാം, അല്ലാത്ത പക്ഷം അവർ തള്ളിക്കളയാം എന്ന ദ്യോതകമാണ് അവർ പറഞ്ഞു കൊടുത്തിരുന്നത് കൂട്ടാളികളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം തൗറാത്തിലോ ഇഞ്ചീലിലോ നേരത്തെയുള്ള ഗ്രന്ഥങ്ങളിൽ നൽകപ്പെട്ടതാണെങ്കിൽ സ്വീകരിച്ചോളൂ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ പറയുന്നതാണ് അവർ പറഞ്ഞതെങ്കിൽ, മുഹമ്മദ് പറയുന്നതെങ്കിൽ സ്വീകരിച്ചോളൂ, അല്ലാത്തതാണെങ്കിൽ ഫഹ്ദറൂ ചോദിച്ചോളൂ. അതേപോലെ നമുക്കറിയാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അയാള് ആ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ എന്ത് ചെയ്യും, വീണെടുത്ത് കാരണം ഇവരുടെ ആയിരിക്കും, ഞാൻ പ്രശ്നത്തിലകപ്പെട്ടു പോയത് കൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് നമസ്കാരത്തിന് കൃത്യമായി വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഇപ്പൊ എന്താവും, അത് ഒരു കഴിവായി സ്വീകരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളെ സമയത്തോളം എന്തായിരിക്കും, അയാളെ ആ നിലയ്ക്ക് തന്നെയായിരിക്കും എപ്പോഴും. നമുക്കറിയാം ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും ചെയ്യും, ആ രോഗം വന്ന് ഞാൻ രോഗിയാണ്, സുഖമില്ലാതെ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു അസുഖമുണ്ട്. ഞാൻ ഒരു നോർമൽ കാര്യം പറഞ്ഞതാ, ഞാൻ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാ. അയാള് ജനങ്ങളുടെ കയ്യിൽ നിന്നും അയാൾ സഹായം തരണം എന്ന് അയാൾ മനസ്സിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും എപ്പോഴും പ്രശ്നമുണ്ട്. ഒന്നുകിൽ അയാളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, വീട് മെയിൻ്റനൻസ് ആവശ്യമായിട്ട്, അല്ലെങ്കിൽ അയാളുടെ മക്കളുടെ പഠനത്തിന് സഹായം വേണ്ടി, അല്ലെങ്കിൽ അയാൾ രോഗിയായിരിക്കും. എപ്പോഴും എന്ത് ചെയ്യും, ഇയാൾ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ. അപ്പൊ അതേപോലെ ചില ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. ഒരാള് ദുന്യവിയായ കാര്യങ്ങൾ അയാൾ ഇൻവോൾവ് ആയി, ഞാൻ അതിൽ ഇൻവോൾവ് ആയത് കൊണ്ടാണ് എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അയാൾ ദുന്യവിയായ കാര്യങ്ങൾ തന്നെ കെട്ടിക്കൊടുക്കിട്ട്. അതേസമയം അപ്പോഴും അയാൾ കൃത്യമായി അള്ളാഹിന്റെ കൽപ്പനകൾ കൃത്യമായി ഫോളോ ചെയ്യും. നമസ്കാരം, നോമ്പ്, അതുപോലുള്ള കാര്യങ്ങൾ, അതായത് നിർബന്ധമായ കാര്യങ്ങൾ
പരമാവധി അയാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹയോട് അഭയം തേടുക, രക്ഷ തേടുക, അതുപോലുള്ള കാര്യങ്ങളിൽ അയാൾ അതിൽ നിന്ന് മുക്തി നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? മുക്തി നേടും. അതാണ് ഓമൻ യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. അള്ളാഹ് അയാളെ കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്നും ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ, നിനക്ക് അതിൽ നിന്ന് അയാളെ തടുക്കാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്യും? അയാളെപ്പോഴും കുഴപ്പത്തിൽ തന്നെ ആയിരിക്കും. അതേസമയം അയാൾ വിചാരിക്കണം അയാൾ അതിൽ നിന്ന് മുക്തി നേടണം, ഞാൻ അപ്പോഴും അന്ന് എനിക്ക് തന്നിരിക്കുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എനിക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് തന്നിരിക്കുന്നു, ആ അവസരങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹ് എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പരീക്ഷിക്കുക രണ്ട് രീതിയിലായിരുന്നു. പ്രവാചകന്മാരെ കഠിനമായി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിനാ കഠിനമായി പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അലം യഅതികും അലം അലം വലമ്മ യഅതികും മസലുൽ ലദീന അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله. അലം അം ഹസിബതും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, അൻ തദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് കളയാം. നമ്മൾ ബഖറയിൽ പഠിച്ചല്ലേ. വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് പോയിട്ടുള്ളത് നിങ്ങൾക്ക് വരാതെ കണ്ട് അവരെന്ത് ചെയ്തു? മസ്സത്തുഹും, അവരെ ബാധിച്ചു. മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ, ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരെ അടിക്കടി അവർക്ക് ബാധിച്ചു. മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു, വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല الرسول والذين آمنوا, റസൂലും അള്ളാഹിന്റെ റസൂലും വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് വിശ്വാസികളായി ചേർന്ന് നിന്നവരും, അതായത് റസൂലും സഹാബിമാരും, പറഞ്ഞ മുഹമ്മദ് റസൂലും സഹാബിമാരും മാത്രമല്ല, അതിനു മുമ്പുള്ള പ്രവാചകന്മാരും അദ്ദേഹത്തോടൊപ്പം അവരുടെ അനുയായികളും ചോദിക്കുന്ന ഘട്ടം വരെയും അവരെന്ത് ചെയ്തു? കിടുകളെ ഉറപ്പിക്കപ്പെട്ടു. റസൂൽ വല്ലദീന ആമനു മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് സഹായം? നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചില്ലേ, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് നിങ്ങൾക്ക് സഹായം? അപ്പോ പരീക്ഷണം സത്യവിശ്വാസികളെ അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചു അള്ളാഹ് എന്റെ കൈവിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെല്ലാം കാണിച്ചിട്ട് പോയല്ല വേണ്ടത്. അതെന്ത് ചെയ്യണം? അള്ളാഹ് എപ്പോഴെന്റെ ഈമാൻ അളക്കുകയാണ്. അവിടെ എന്ത് ചെയ്യണം? ഈമാൻ ബലപ്പെടുത്തി ഉറച്ചു നിൽക്കണം. രണ്ടാമത്തെ പരീക്ഷണം എന്താണ്? ഒന്ന്, അപ്പൊ വിശ്വാസിയാണ്, സത്യവിശ്വാസിയാണെങ്കിൽ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണം. മറ്റത് രണ്ടാമതൊരു പരീക്ഷണമുണ്ട്. എന്താണ്? ഒരാൾ തിന്മയുടെ വക്താവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അള്ളാഹ് പരീക്ഷിക്കും. പല നിലയ്ക്കും അള്ളാഹ് പ്രയാസങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും പരീക്ഷിക്കും. പരീക്ഷിക്കേണ്ട രീതിയിലാണ് കേട്ടോ, എല്ലാവരെയും ഇല്ല. നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കലാണ് അതിന്റെ ഹിക്മത്തുള്ളത്. അത് നമ്മൾ രണ്ടുപേരെയും രണ്ട് തരത്തിൽ കാണാൻ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം ഹൃദയത്തിൽ രോഗമുള്ളവർ എന്താ? ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് എപ്പോഴും രോഗം പിടിപെട്ടുകൊണ്ടേയിരിക്കും. കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ രോഗമാണ്. ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിക്കും കൊളസ്ട്രോൾ ആണ് ഹൃദയത്തിന്റെ രോഗം എന്നല്ല. കൊളസ്ട്രോൾ അല്ല ഹൃദയത്തിന്റെ രോഗം. അതിങ്ങനെ കണ്ടുപിടിച്ച് അതിങ്ങനെ യഥാർത്ഥത്തിൽ പറയുന്ന അത് തന്നെ വെറും ഒരു പ്രൊപ്പഗണ്ടയാണ്. എനിക്ക് 2019 മുതൽ 2024 വരെയും എന്താണ് അവരുടെ കണക്കിലെ ഹൈ കൊളസ്ട്രോൾ. പക്ഷെ എന്റെ ഹൃദയം കീറി മുറിച്ച് നെഞ്ച് വെട്ടിപ്പിളന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന അതുപോലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ എനിക്കില്ല. അപ്പൊ അത് തന്നെയും പ്രൊപ്പഗണ്ടയാണ്. ഇനി അതല്ല യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ രോഗം എന്ന് പറയുന്നത്. അല്ല, ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അപ്പൊ ആ ഹൃദയത്തിൽ രോഗമുണ്ടായാൽ ആ ശരീരം മുഴുവൻ നശിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെന്താണ്? അത് നെഗറ്റീവായിട്ടുള്ള പരീക്ഷണമാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള പരീക്ഷണമുണ്ട്, നെഗറ്റീവായിട്ടുള്ള പരീക്ഷണം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ പരീക്ഷണത്തിലകപ്പെട്ടാൽ നെഗറ്റീവായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണം? ചിന്തിക്കണം, എന്റെ മനസ്സിൽ എന്താണുള്ളത്? അസൂയ, പക, വിദ്വേഷം, അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശമായ തെറ്റായ ചിന്താഗതി, തെറ്റായ ജീവിത രീതി ഞാൻ
പാലിക്കുന്നുണ്ടോ? ഞാൻ ഹലാല് ഹറാമ് നോക്കുന്നുണ്ടോ? എന്റെ വസ്ത്രത്തിൽ ഹറാമ് കടന്നിട്ടുണ്ടോ? ശരീരത്തിൽ എന്റെ ശരീരം ഹറാമ് കൊണ്ടാണോ ഊറ്റപ്പെട്ടിരിക്കുന്നത്? എന്റെ അന്നത്തിൽ ഹറാമുണ്ടോ? എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ? ഇതുള്ള കാര്യങ്ങൾ എപ്പോഴും പുനർവിചിന്തനം നടത്തിക്കൊണ്ടേയിരിക്കണം. അത് ശരിയായാൽ ആ പരിസരം അല്ലാതെ മോചിപ്പിക്കുക. മറ്റെന്താണ്? ഈമാൻ ഉറച്ചതാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള രണ്ട് രീതിയിലുള്ള പരീക്ഷണം. അപ്പൊ ഈമാൻ ഉറച്ചതാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈമാനിൽ ആ മാർഗത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. എത്ര തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ ആ മാർഗത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. അതാണ് ഫലം ഫലം തമ്മിച്ചെടുക്കുന്ന ഇവരെന്താണ്? അങ്ങനെയുള്ളവരെ അവർ സ്വയം വിചാരിച്ചിരിക്കുകയാണ് അതിൽ നിന്നും കരകയറേണ്ടതില്ല എന്ന്. അങ്ങനെയുള്ളവരെ അള്ളാഹ് കരകയറ്റില്ല. ഉലായിക്കല്ലദീന അവരാണ് ലം യുരിദില്ലാഹു തഖ്ഫിറ ഖുലൂബഹും അവരുടെ ഹൃദയം നന്നാക്കേണ്ടതാണെന്ന് അള്ളാഹ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലം യുരിദില്ലാഹു അൻ യുതഖ്ഫിറ ഖുലൂബഹും അവരുടെ ഹൃദയം നന്നാക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ലാത്തവർ. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ അവർക്ക് ഈ ലോകത്ത് തന്നെ നിന്ദ്യതയുണ്ട്. ലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം പരലോകത്ത് അവർക്ക് ഭയാനകമായ ശിക്ഷയും ഉണ്ട്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പേജ് നമുക്ക് അടുത്ത ദിവസം കിട്ടും. അതിൽ ക്രിയാത്മകമായി പ്രതികരിക്കണം കേട്ടോ. ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ ഒരു ചോദ്യം കിട്ടും. ഒരു ചോദ്യമാണ് ഇപ്പൊ നേരത്തെ ഒരു ചോദ്യം വരും. അപ്പോൾ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കും. ഇതാണ് പഠനം. ഇപ്പോഴാണ് പഠനം. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് ഇത്രയും പേജ് അല്ലെങ്കിൽ 20 പേജ് 30 പേജ് ഒരുമിച്ച് പഠിച്ചിട്ട് പരീക്ഷ നമുക്ക് എത്രത്തോളം പഠിക്കും? അതേസമയം ഇപ്പൊ നമ്മൾ ഒരു പേജ് ഒരാഴ്ച ഒരു പേജ് നന്നായിട്ട് പഠിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ പഠനം ഉറച്ചു. പിന്നീട് നമ്മൾ വാക്കർത്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. തൗഫീഖ് ചെയ്യട്ടെ. ഈ സാമിയോനും സമ്മാഊനും തമ്മിലുള്ള ഡിഫറൻസ് ആ എന്താണ്? സാമ്യ. അപ്പൊ സാമ്യം എന്താണ്? കേൾക്കുന്നവൻ. സാമ്യ കേൾക്കുന്നവൻ. സമ്മ എന്ന് പറഞ്ഞാലോ കേട്ടു. കേൾക്കുന്നവന്നല്ലേ? കാഫിറും കഫാറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആധിക്യത്തെ തീവ്രത നമ്മള് സൂറത്തുൽ മുത്തഫിഫീനിൽ പഠിച്ചല്ലേ ചില രണ്ടൊന്നും ആധിക്യത്തിന്റെ വാക്കുകൾ. മനസ്സിലായി. എന്തായിരുന്നു? ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. കാഫിർ കഫറത്ത് എന്ന് പറഞ്ഞു. അപ്പൊ സാമ്യ കേൾക്കുന്നവൻ. സമ്മ എന്ന് പറയുന്നത് അത് കേൾക്കുന്ന അയാൾക്ക് ഒരു രസമാണ്. ഏത്? കതിര് കേൾക്കുന്നത്. പിന്നെ വീണ്ടും അടുത്ത ആളുകൾ ചെന്നിട്ട് വീണ്ടും അയാളെ കൊണ്ട് കള്ളം പറയിപ്പിക്കും. അത് രസമാണ്. പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് നമീമത്തിലേക്ക് എത്തിക്കും. പിന്നെ നമീമത്ത് അറിയാമല്ലോ, ഏഷ്യന്. അതായത് ഉള്ളത് കുറച്ചുണ്ട്, പക്ഷെ അതിനെന്ത് ചെയ്യും? പിന്നെ വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് സമയത്തിരി. സമയം ഇല്ലെങ്കിലും അയാൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ സമയം കൂടെ കൊന്നുകൊണ്ട് ഇയാൾ കേൾക്കും കെതിവിന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.